ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തു മുഅ്മിനൂൻ, അതിൻ്റെ 4 ആയത്തുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വിജയിച്ച വിശ്വാസികളുടെ അടയാളങ്ങളാണ് ഈ സൂക്തത്തിലൂടെ അള്ളാഹു നമുക്ക് മുമ്പിൽ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ എത്ര അടയാളങ്ങൾ പറഞ്ഞു എന്നുള്ളതൊന്നും നിങ്ങൾ പറഞ്ഞാണി. എത്ര അടയാളങ്ങൾ പറഞ്ഞു? 3 എണ്ണം. മാഷാ അല്ലാഹ്. ഒന്നെന്താണ്? നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായിരിക്കും. പിന്നെ രണ്ടാമത്തത് എന്താ? ലഘുവിൽ നിന്ന്, വിനോദ വർത്തമാനങ്ങളിൽ നിന്ന്, അനാവശ്യ വർത്തമാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരായിരിക്കും, അല്ലേ? മൂന്നാമത്തത് എന്താ? സകാത്ത് നൽകുന്നവരായിരിക്കും, അല്ലേ? ഇനി 4-മത്തേതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് പഠിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഈ പഠനത്തിൻ്റെ കൂടെ അതിലുപരി നമുക്ക് വേണ്ടത് എന്താ? പഠനത്തിൻ്റെ കൂടെ നമുക്ക് വേണ്ടതെന്താ? പ്രാവർത്തികമാക്കലാണ്. അവിടെയാണ് കേൾക്കാൻ എല്ലാവർക്കും നല്ല രസമുണ്ടാവും, പക്ഷെ അത് പ്രാക്ടിക്കലായി കൊണ്ടുവരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മടിയന്മാരായി മാറുന്നത് അവിടെയാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? കുറഞ്ഞ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ പ്രവാചകന്റെ ഉമ്മത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അത് പരമാവധി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക, കഴിവിൻ്റെ പരമാവധി. നമ്മളൊക്കെ മനുഷ്യരാണ്, പരിധികളും പരിമിതികളും ഉണ്ട്. എന്നിരുന്നാലും കഴിവിൻ്റെ പരമാവധി ചെറിയ പ്രവർത്തനങ്ങളിലൂടെ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രാവർത്തികമാക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ഞാനിത് പറയാൻ കാരണം. ഏത്? സത്യവിശ്വാസികളുടെ വിശേഷണങ്ങൾ പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ നമുക്കെന്താണ്? ജീവിതത്തിൽ നല്ല മനക്കരുത്തുണ്ടാവണം. എങ്കിലേ ആ വിജയിച്ച വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവുകയുള്ളൂ. മനസ്സിലാണ്ടോ? ഇൻഷാ അല്ലാഹ് നമുക്ക് ആയത്തിലേക്ക് പോകാം. ആമുഖമായി കുറച്ച് കാര്യങ്ങളൊന്ന് ഓർമ്മയിൽ, അല്ലേ? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ എന്ന് റസൂലുള്ളാഹിനോട് ഖുർആൻ പറഞ്ഞില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഉപദേശിച്ചോളി. ആ ഉപദേശം എന്ത് ചെയ്യും? ഗുണമായിരിക്കും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചു തന്നാണ് കേട്ടോ. നമ്മൾ മഖാരിജുൽ ഹുറൂഫ്, അല്ലേ, ഹറഫിന്റെ ഉത്ഭവസ്ഥാനങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ മുമ്പത്തെ എത്രണ്ണം പഠിച്ചു? 2 എണ്ണം പഠിച്ചു, അല്ലേ? ആദ്യത്തെ അലിഫ്, 2 ഭ, ഇനി 3-മത്തേതാണ് കണ്ടോ? ഒന്നുകൂടി പറഞ്ഞു നോക്ക്. എവിടുന്നാ വരുന്നേ? നാവിന്റെ മുൻഭാഗം എവിടെയാണ്? മേലെ പല്ലിന്റെ അറ്റത്ത്.
കണ്ടോ, അതിൽ തന്നെ കാണിക്കുന്നുണ്ട് വരുന്ന ഉത്ഭവസ്ഥാനം. ഇനി അറിയാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നില്ലേ, ഇനി അതെന്താ? ഷദ് കൊടുക്കുക അല്ലെങ്കിൽ സുക്കൂന് കൊടുക്കുക. ഒന്ന് കൊടുത്തോക്ക്. ത് ഹാ ഉണ്ടോ, ത് ഹാ. സെയിം സ്ഥലത്തായിരിക്കും നമ്മളെ നാവ് വരിക. 3 അക്ഷരങ്ങൾ പഠിച്ചു, അലിഫ് ബ ത. ഇനി അതിന്റെ ഉത്ഭവസ്ഥാനങ്ങൾ അറിയില്ല നിങ്ങൾ പറയരുത്. ഇത് പഠിപ്പിക്കണതിനറിയോ, ആ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നായിരിക്കണം വിശുദ്ധ ഖുർആന്റെ ഓരോ ഹർഫുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓതേണ്ടത്. والذين هم لفروجهم حافظون. ഓത്. أعوذ بالله من الشيطان الرجيم. والذين هم لفروجهم حافظون. ഇതിലെ തജ്വീദ് നിയമങ്ങളെന്ന് പറഞ്ഞ ഞങ്ങള് എവിടെയൊക്കെയുള്ളത്? വല്ലദീന അല്ലേ, പിന്നെ ഹംസത്തുൽ വസ്ലാണ് അവിടെ വന്ന് വല്ലദീന എന്നുള്ള ഇടത്ത് അല്ലേ. വാവ് കഴിഞ്ഞ് ലാമിലേക്ക് ചേർത്തി ഓതുമ്പോൾ ഹംസ എന്ത് ചെയ്യൂല, ഉച്ചരിക്കൂല. അപ്പം അല്ലദീന എന്ന് പറയില്ല, പിന്നെ വല്ലദീന. മനസ്സിലായോ? പിന്നെന്താ, ഇൽഹാർ ഷഫവി അല്ലേ, മീമും ബാവും. അവിടെ എന്താണ്, മീമ് ബാ അല്ലാത്ത ഏതെങ്കിലും അക്ഷരം സാക്കിനായ മീമിന്റെ ശേഷം വന്നാൽ മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. അപ്പം സാക്കിനായ മീമാണ് ഹും എന്നുള്ള ഇടത്ത് വന്നത് അല്ലേ. ആ സാക്കിനായ മീമിന്റെ ശേഷം വന്നത് എന്താണ്, ലാമാണ്, മീമും അല്ല ബാവു അല്ല. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഹും ലി ഫുറൂജിഹിം എന്ന് പറയോ, വല്ലദീന ഹും ലി ഫുറൂജിഹിം. മനസ്സിലായോ? ഫുറൂജിഹിം ഹാഫിദൂൻ, അവിടെയും എന്താണ്, അതേ നിയമം തന്നെയാണ്. മീമും ബാവും അല്ലാതെ അക്ഷരങ്ങൾ വന്നതുകൊണ്ട് ഇൽഹാർ ചെയ്തുകൊണ്ടാണ് സാക്കിനായ മീമിന് ശേഷം വന്ന അക്ഷരത്തെ എന്ത് ചെയ്യേണ്ടത്, ഓതേണ്ടത്. ഹാഫിദൂൻ അതും നമ്മൾ പഠിച്ചതാണ്. അൽ മദ്ദുൽ ആരിദ് ലിസ്സുക്കൂൻ അല്ലേ. നിർത്തുന്ന സമയത്ത് അവസാന അക്ഷരത്തിന് സുക്കൂന് വരുന്നത് കാരണം അതിന് തൊട്ടു മുമ്പുള്ള മദ്ദുള്ള അക്ഷരത്തെ 2, 4 അല്ലെങ്കിൽ 6 ഹർക്കത്ത് വരെ നീട്ടി എന്ത് ചെയ്യാം, ഉച്ചരിക്കാവുന്നതാണ്, ഓതാവുന്നതാണ്. അപ്പൊ എങ്ങനെ ഓതാ, 2 ഹർക്കത്ത് ഓതാം, 4 ഹർക്കത്ത് ഓതാം, 6 ഹർക്കത്ത് വരെയും നീട്ടാം. ഹാഫിദൂൻ 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 എന്നും ഓതാം. മനസ്സിലായോ? ഇനി അർത്ഥം നോക്ക്. വല്ലദീന യാതൊരു കൂട്ടർ, ഹും അവർ, ലി ഫുറൂജിഹിം തങ്ങളുടെ ഗുഹ്യ സ്ഥാനങ്ങളെ, ഹാഫിദൂൻ സൂക്ഷിച്ചു വരുന്നവരാണ് അല്ലെങ്കിൽ കാക്കുന്നവരാണ്. തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരത്രേ അവർ. ആര്? മുഅ്മിനീങ്ങൾ അല്ലേ. പരിശുദ്ധ ഖുർആൻ കൃത്യമായി 4 അടയാളങ്ങളാണ് വിജയിച്ച മുഅ്മിനീങ്ങളുടെ അടയാളമായി ഇപ്പോ ഈ ആയത്തിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. 1, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായിരിക്കും. 2, ലഗ്വിൽ നിന്ന് മുക്തരായിരിക്കും, അനാവശ്യ വർത്തമാനങ്ങളിൽ നിന്ന് മുക്തരായിരിക്കും. 3, സകാത്ത് കൊടുക്കുന്നവരായിരിക്കും. 4, ഗുഹ്യ അവയവങ്ങളെ സൂക്ഷിക്കുന്നവരായിരിക്കും. إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. അതിലെ തജ്വീദ് നിയമങ്ങൾ എവിടെ നോക്ക്. ഇല്ലാ അലാ അസ്വാജിഹിം, അലാ അസ്വാജിഹിം, അവിടെ മദ് മുൻഫസിലാണ്. നമ്മൾ പഠിച്ചത് തന്നെയാണ് ആ മദ്ദിന് ശേഷം ഹംസ് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. നമ്മൾ അങ്ങനെ പഠിച്ചത്. അതിന് പറയുന്ന പേരാണ് എന്ത്, മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന്റെ അവസാനം മദ് യാ ഉള്ള അക്ഷരവും തൊട്ടടുത്ത വാക്കിന്റെ തുടക്കത്തിൽ ഹംസും വന്നാൽ അതിനെ 4 മുതൽ 6 ഹർക്കത്ത് അല്ലെങ്കിൽ 5 ഹർക്കത്ത് സമാനമായ സമയം നീട്ടി ഉച്ചരിക്കാവുന്നതാണ്. അത് ജായിസാണ്. മനസ്സിലായോ? അപ്പോ എങ്ങനെ ഓതുക?
إلا على أزواجهم. പിന്നെ നമ്മൾ പറഞ്ഞത് തന്നെ അസുവാജിഹിം, സാക്കിനായ മീമു വന്നാൽ ആ മീമിന് ശേഷം വരുന്ന ബാഉ മീമു അല്ലെങ്കിൽ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഉച്ചരിക്കേണ്ടത്. അതുപോലെ ഐമാനുഹും ഫ, അവിടെയും ഇൽഹാർ ചെയ്യണം. ഫ ഇന്നഹും ഗൈ, അവിടെയും എന്താണ്? ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അതേപോലെ തന്നെ ഇദ്ഗാമും ബിഗുന്ന. ഇദ്ഗാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ എന്താ? ശദ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഓതുന്നതിനാണ് എന്തെന്ന് പറയാ? ഇദ്ഗാമും ബിഗുന്ന, ഉന്നത്തോടുകൂടി മണിക്കുക, അത്രേ ഉള്ളൂ കേട്ടാ. ഫ ഇന്നഹും നമ്മൾ മുമ്പ് പഠിച്ചല്ലേ? ഫ ഇന്നഹും, അവിടെ ശദ്ദുള്ള നൂന് വന്നതുകൊണ്ട് നൂനിന് എന്ത് ചെയ്യണം? മണിക്കണം. അതുപോലെ തന്നെ മലൂമീൻ, മദ്ദുൽ ആരിൽ ലിസ്സുക്കൂൻ, നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. അതില് പിന്നെ നമ്മൾ മദ്ദുൽ ആരിൽ ലിസ്സുക്കൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുക്കൂൻ നൽകി നിർത്തുമ്പോൾ തൊട്ട് മുമ്പുള്ള അക്ഷരം ഇവിടെ മദ്ദിന്റെ അക്ഷര വന്നത്. അതേതാ? യാ അല്ലേ? ഇതുവരെ വാവായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. യാ ഇപ്പൊ ആദ്യമായിട്ട് കാണുക അല്ലേ? അപ്പൊ അലിഫ്, വാവ്, യാ, ഇത് മൂന്ന് എന്താണ്? മദ്ദിന്റെ അക്ഷരങ്ങളാണ്. നിർത്തുന്ന സമയത്ത് അവസാന അക്ഷരത്തിന് സുക്കൂന് വരുന്നത് കാരണം അതിന് തൊട്ടു മുമ്പുള്ള മദ്ദുള്ള അക്ഷരത്തെ, അതായത് യാഇനെ 2, 4 അല്ലെങ്കിൽ 6 ഹർക്കത്ത് വരെ നീട്ടി ഉച്ചരിക്കാം. മലൂമീൻ എന്ന് വരെ നീട്ടി ഉച്ചരിക്കാം. ഇല്ല അല അസുവാജിഹിം, അവരുടെ ഭാര്യമാരെ സംബന്ധിച്ചൊഴികെ. നേരത്തെ പറഞ്ഞില്ലേ? വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിദൂൻ, അവർ എന്താണ്? ഗുഹിയാവയവങ്ങളെ സംരക്ഷിക്കുന്നവരാകുന്നു. അതിൽ ആര് പെടും? ഇല്ല അല അസുവാജിഹിം, അവരുടെ ഭാര്യമാര് വരും. ഔമാ മലക്കത്ത്, അല്ലെങ്കിൽ ഉടമപ്പെടുത്തിയവരെ. ഐമാനുഹും, അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരെ. ഫ ഇന്നഹും, എന്നാൽ നിശ്ചയമായും അവർ. ഫ ഇന്നഹും, നിശ്ചയമായിട്ടും അവർ. ഗൈറു മലൂമീൻ, ആക്ഷേപിക്കപ്പെട്ടു കൂടാത്തവരാണ്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തപ്പെടാത്തവരാണ്. ഗൈറു മലൂമീൻ എന്ന് പറഞ്ഞാൽ അവരെ എന്ത് ചെയ്യാൻ പറ്റൂല? ആക്ഷേപിക്കാൻ പാടില്ല. ആരെയാണ് ആക്ഷേപിക്കാൻ പാടില്ലാത്തത്? ഒന്ന്, തങ്ങളുടെ ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരെയും, അല്ലെങ്കിൽ തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുമായ ആളുകളെ. അവരാക്ഷേപാർഹരല്ല. മനസ്സിലായോ? എന്നാൽ അതല്ലാത്ത മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് മുഴുവനും ഇസ്ലാം എന്താണ്? പാപമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ കൃത്യമായി ഒരു വിശ്വാസിയുടെ അടയാളം, വിജയിച്ച വിശ്വാസികളുടെ അടയാളം വിശദീകരിച്ചിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ 4ാമത്തെ അടയാളമാണെന്ത്? വല്ലദീനഹും ലി ഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അവരുടെ ഗുഹിയാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാകുന്നു. അവരാണ് വിജയിച്ച കക്ഷികൾ. എന്നിട്ടോ ഇല്ല അല അസുവാജിഹിം ഔമാ മലക്കത്ത് ഐമാനുഹും ഫ ഇന്നഹും ഗൈറു മലൂമീൻ, തങ്ങളുടെ പത്നിമാരുടെയോ തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരുടെയോ, അല്ലെങ്കിൽ ഈ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാ? അടിമ സ്ത്രീകൾ. അവരുടെ അടുക്കലല്ലാതെ അക്കാര്യത്തിൽ അവർ ആക്ഷേപിക്കപ്പെടുന്നില്ല. ഇതാണ് ഈ ആയത്തുകളുടെ അർത്ഥം. ഈ വചനങ്ങളിൽ നിന്ന് യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ലൈംഗിക വിശുദ്ധിയും മര്യാദകളും പാലിക്കുന്നവരാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഇവിടെ ലൈംഗിക അച്ചടക്കത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഒരു സത്യവിശ്വാസി തൻ്റെ ലൈംഗിക താല്പര്യങ്ങൾ അള്ളാഹു അനുവദിച്ച പരിധിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അവിഹിതമായ ബന്ധങ്ങളിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന്, അതേപോലെ തന്നെ മറ്റു തിന്മകളിൽ നിന്നൊക്കെ പൂർണ്ണമായും വിട്ടുനിൽക്കൽ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ഖുർആനിക വചനം അല്ലെങ്കിൽ സത്യവിശ്വാസികളുടെ അടയാളങ്ങൾ അള്ളാഹു വിശദീകരിച്ചിടത്ത് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അനുവദിക്കപ്പെട്ട മേഖലകൾ, ലൈംഗിക ബന്ധം അനുവദിക്കപ്പെട്ട മേഖലകളിൽ പ്രധാനമായിട്ടും 2 മേഖലകൾ കാണാൻ കഴിയും. ഒന്ന് ആരാ? വിവാഹബന്ധത്തിലൂടെയുള്ള
ഭാര്യമാര്, അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്തല്ല, കുറ്റമല്ല. രണ്ടാമത്തെ, അടിമത്തം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ നിയമപരമായി ഉടമസ്ഥതയിലുള്ള ദാസികൾ, അതായത് ഇന്ന് ലോകത്ത് അടിമത്തം നിലവിലില്ല, അതുകൊണ്ട് ആ ഒരു മേഖല എന്തല്ല, ഇല്ല. പണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, അന്നത്തെ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന തടവുകാരായ ആളുകൾക്കാണ് അടിമകൾ എന്ന് പറയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ ആ അടിമകളെ അവർക്ക് അത്തരം കാര്യങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് എന്ന് ഇസ്ലാം പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് എന്തില്ല, സാഹചര്യമില്ല. അതുകൊണ്ട് അന്യായമായ മാർഗത്തിലേക്ക് ഒരു വിശ്വാസി ഒരിക്കലും എന്ത് ചെയ്യൂല, പോകൂല. കാരണം എന്താ, ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അത് മ്ലേച്ഛമായ വെറുക്കപ്പെട്ട മാർഗമാണ് എന്ന് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. വലാ തഖറബു സിന ഇന്നഹു ഫാഹിശതൻ വസാഅ സബീല, നിങ്ങൾ സിനയെ, വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത് എന്നാണ്. അത് മ്ലേച്ഛമാണ്, തിന്മയാണ്, വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അതും വിജയിച്ച വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അവർ തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നവരാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോ സത്യവിശ്വാസികളായിട്ടുള്ള വിജയിച്ച വിശ്വാസികളുടെ അടയാളമാണ് അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ എന്ത് ചെയ്യും, സൂക്ഷിക്കും. തെറ്റായ മാർഗങ്ങളിൽ ഉപയോഗിക്കുകയില്ല, അവിഹിതമായ മാർഗങ്ങളിൽ അവർ ഏർപ്പെടുകയില്ല. അവർക്ക് ഇസ്ലാം അനുവദിച്ച, അതായത് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇല്ല അല അസുവാജിയും, ഒന്നുകിൽ അവരുടെ ഭാര്യമാര്, ഔമാ മലക്കത്ത് ഐമാനവും, അല്ലെങ്കിൽ അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ. ഇതല്ലാത്ത മറ്റൊരു മാർഗം അവർ സ്വീകരിക്കുകയില്ലെന്നാണ് വിശ്വാസികളുടെ, വിജയിച്ച വിശ്വാസികളുടെ അടയാളമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. കാരണം മറ്റൊരു മാർഗം സ്വീകരിക്കുന്നത് അത്രയും മ്ലേച്ഛമാണെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതേത് മാർഗമായാലും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസിൽ കാണാം, മൻ യദ്മനു ലി മാ ബൈന ലിഹിയതൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസാണത്. ഒരുത്തൻ തൻ്റെ താടിയെല്ലുകൾക്കിടയിലുള്ളതിനെയും കാലുകൾക്കിടയിലുള്ളതിനെയും അഹിതമായ മാർഗത്തിൽ ഉപയോഗിക്കുകയില്ലെന്ന് ആരാണോ എനിക്കുറപ്പ് നൽകുന്നത്, അദ്മനു ലഹുൽ ജന്ന, അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ താടിയെല്ലുകൾക്കിടയിലുള്ളതിനെ എന്ന് പറഞ്ഞാൽ എന്താ, കളവ് പറയാ, നാവ്, ആ നാവ് കൊണ്ട് കള്ളം പറയുക, അതുപോലെ തന്നെ പരദൂഷണം പറയുക, മറ്റ് നമീമത്ത് പറയുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു നാവിനെ സൂക്ഷിക്കുന്നവൻ ആരാണോ അവർക്ക് അതേപോലെ തന്നെ ഗുഹ്യ അവയവത്തെ, അതായത് വ്യഭിചാരം ഉൾപ്പെടെയുള്ള അവിഹിതമായ ബന്ധങ്ങളിൽ നിന്ന്, ലൈംഗിക അരാജകത്വങ്ങളിൽ നിന്ന് ആരാണോ സൂക്ഷ്മത കാണിക്കുന്നത് അവർക്ക് അള്ളാഹുവിന്റെ റസൂല് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം എന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യന് നരകത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ രണ്ട് അവയവങ്ങളാണ് എന്ത്, ഇപ്പറഞ്ഞ രണ്ട്, ഒന്ന് നാവും മറ്റൊന്ന് ഗുഹ്യാവയവവും. അതുകൊണ്ട് വിശ്വാസികൾ എന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അല്ലാത്തൊരു മാർഗം, അനുവദിക്കപ്പെട്ടതല്ലാത്തൊരു മാർഗം വിജയിച്ച മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലെന്നാണ് ഈ രണ്ട് വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, തങ്ങളുടെ ഭാര്യമാരെയോ തങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീകളുമായോ ഉള്ള ബന്ധമൊഴികെ, അപ്പോൾ അവർ ആക്ഷേപാർഹരല്ല. വലങ്കൈ ഉടമപ്പെടുത്തിയവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനില് മുഫസ്സിരീങ്ങൾ അതിന് നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ കാണാൻ കഴിയുന്നത്, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്, മാ മലക്കത്ത് ഐമാനുഹും എന്ന വാക്കിന് അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്നാണ് ശരിക്ക് മലയാള പരിഭാഷ തർജുമയിൽ കാണാൻ പറ്റുന്നത്. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്, അതൊരു മജാസിയായ ഖുർആനിന്റെ പ്രയോഗമാണ്.
വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്നുള്ളത് മജാസിയായ ഖുർആനിന്റെ ഒരു പ്രയോഗമാണ്. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ശേഷം അടിമകളാക്കി അധീനത്തിൽ വെക്കപ്പെട്ടവർക്കും അതുപോലെ തന്നെ അത് സ്ത്രീ ആയാലും പുരുഷനായാലും വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ എന്ന് പറയപ്പെടും. ഇത് ഖുർആനിലും മറ്റു പലയിടത്തും സാധാരണ കാണപ്പെടുന്ന ഒരു പ്രയോഗ ശൈലിയാകുന്നു. അവരുടെ ഉടമസ്ഥാവകാശം എന്ന അർത്ഥത്തിൽ മാലിക്കുൽ യമീൻ വലങ്കൈയിന്റെ ഉടമസ്ഥത എന്നും അറബിയിൽ പറയപ്പെടാറുണ്ട്. ഇതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഐമാ മലക്കത്ത് ഐമാനുഹും എന്നുള്ളതിനെ വിശദീകരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് പിടിക്കപ്പെടുന്ന അടിമ പുരുഷനെയും അടിമ സ്ത്രീയെയും പറയുന്ന പേരാണെന്ത്? ഐമാ മലക്കത്ത് എന്നുള്ളത്. മാ മലക്കത്ത് ഐമാനുഹും എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് പിടിക്കപ്പെടുന്ന ആണിനെയും പറയാം പെണ്ണിനെയും പറയാം. ഇവിടെ ഹാഫിലൂൻ എന്നുള്ളതിന്റെ മാലിയും മുലാരിയും അംറുമാണ് കൊടുത്തിട്ടുള്ളത്. ഹാഫിലൂൻ എന്ന് പറയുന്നതിന്റെ മാലി എന്താണ്? ഹാഫില എന്നാണ്. വർത്തമാനകാലം അതായത് ഭാവി കാലം മുലാരിയായ ഫെയിലില് ഹാഫിലന്റെ മുലാരി എന്താണ്? യഹ്ഫലു. അതിന്റെ അംറു ഫീൽ എന്താണ്? യഹ്ഫൽ. അതായത് കാത്തു സൂക്ഷിച്ചു, കാത്തു സൂക്ഷിക്കും, അല്ലെങ്കിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. യഹ്ഫൽ, നീ കാത്തു സൂക്ഷിക്കുക. മനസ്സിലായോ? അതുപോലെ തന്നെ ഹാഫിലൂൻ എന്നതിന്റെ ഇസ്മു ഫായിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്മു ഫായിൽ എന്താണ്? ഇവിടെ ഉദ്ദേശിച്ചത് വ്യഭിചാരത്തിൽ നിന്നും അവിഹിതമായ മാർഗങ്ങളിൽ നിന്നുമൊക്കെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുക, സംരക്ഷിക്കുക. അഹിതമായ മാർഗം ഉപയോഗപ്പെടുത്താതിരിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ മുഫ്രദാണ് ഹാഫിൽ, അതിന്റെ ജമ്മാണ് എന്ത്? ഹാഫിദൂൻ. കാത്തു സൂക്ഷിക്കുന്നവൻ, കാത്തു സൂക്ഷിക്കുന്നവർ. അപ്പൊ എന്തൊക്കെ പഠിച്ചു? മാലി, മുലാരി, അംറ്, ഇസ്മു ഫായില്. ഹാഫിലു എന്നുള്ള എന്താണ്? ഇസ്മു ഫായിലാണ്. പിന്നെ അതിന്റെ മുഫ്രദ് പഠിച്ചു, അതിന്റെ ജമ്മും പഠിച്ചു അല്ലേ? ഹാഫിലൂൻ എന്ന പദത്തിൽ നിന്ന് പറയപ്പെട്ട കാര്യങ്ങൾ. അപ്പോ 5ഉം 6ഉം ആയത്തുകളിലൂടെ അള്ളാഹു വിജയിച്ച വിശ്വാസികളുടെ അടയാളം പറഞ്ഞിടത്ത്, വിശദീകരിച്ചിടത്ത് എന്താ അള്ളാഹു പറഞ്ഞത്? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിലൂൻ. അവർ അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. അതാണ് 4ാമത്തെ അടയാളം. ഒന്നെന്താണ്? നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായിരിക്കും. 2 എന്താണ്? അനാവശ്യ വർത്തമാനങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കും. 3 സകാത്ത് കൊടുക്കുന്നവരായിരിക്കും. 4 ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഔമാ മലക്കത്ത് എന്ന് പറഞ്ഞതിലും മാലിയും മുലാരിയും അംറുണ്ട്. മലക്ക എന്നുള്ളതാണ് മാലി, യംലിക്കു എന്നുള്ളതാണ് അതിന്റെ മുലാരി, ഇംലിക് അതാണ് അതിന്റെ അംറ്. ഗൈറു മലൂമീൻ എന്നുള്ളയിടത്തും ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാണ് എന്ന് പറഞ്ഞില്ല, അവരാക്ഷേപിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ അതിലുണ്ട് മാലി, മുലാരി, അംറ്. ലാമ യലൂമു ലും, കാമ യഖൂമു കും എന്ന് പറയല്ലേ നമ്മൾ. കാമ എന്ന് പറഞ്ഞാൽ നിന്നു, യഖൂമു നിൽക്കുന്നു, കും എന്ന് പറഞ്ഞാൽ നീ നിൽക്ക്. അതേപോലെ തന്നെയാണ്. 5, 6 മനസ്സിലായില്ലേ? ഇനി 7ാമത്തെ ആയത്ത് നോക്ക്. فمن ابتغى وراء ذلك فأولئك هم العادون. എന്താ പറഞ്ഞേ? അതിലെ തജ്വീദ് നിയമങ്ങൾ നോക്ക്. നമ്മൾ പഠിച്ചത് തന്നെയാണ് ഹംസത്തുൽ വസ്ൽ. ഫമനി ഇബ്തഗാ എന്നാണ്. പക്ഷെ നമ്മൾ എങ്ങനെ ഓതുക? ഫമനിബ് ഉണ്ടോ? ഫമനിബ്. അവിടെ ഹംസത്തുൽ വസ്ലിനെ എന്ത് ചെയ്യൂല? ഉച്ചരിക്കൂല. മനസ്സിലാണ്ടോ? ഫമനിബ്തഗാ എന്നേ പറയൂ. ഫമനിബ്, അവിടെ ബ് എന്താണ്? നമ്മളെ ഹുറൂഫുൽ ഖൽഖലയാണ്. ഹുറൂഫുൽ ഖൽഖല എന്ന് പറഞ്ഞാൽ എന്താ? ഖുതുബ് ജദ് അല്ലേ? ആയത്തിന്റെ അവസാനത്തിലോ മധ്യത്തിലോ ഒക്കെ വരുമ്പോ ഈ 5 അക്ഷരങ്ങളെ, അതായത് ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ എന്നീ 5 അക്ഷരങ്ങൾ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്ത് വെളിവാക്കി ഉച്ചരിക്കണം.
ഇവിടെ നോക്ക് ഫമനിബ്, ഫമനിബ്തഗ എന്ന് പറയാൻ പറ്റോ? ഫമനിബ് ബ് എന്നുള്ളത് തന്നെ എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. പിന്നെ വറാ, അതാണ് നമ്മൾ പറഞ്ഞ മദ് മുത്തസില്. ഒരു വാക്കിൽ തന്നെ മദ്ദുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ അതിനെ 4 മുതൽ 5 ഹറക്കത്തിന് സമാനമായ സമയം നിർബന്ധമായി നീട്ടി ഓതണം. മറ്റേ ജായിസേനി, ഇത് വാജിബാണ്, നിർബന്ധാണ്. ഇവിടെ എന്ത് ചെയ്യണം? വറാ അദാലിക്ക എന്ന് ഓതാൻ പാടില്ല, അത് തെറ്റാ. വറാ അദാലിക്കാന്നും പറ്റൂല. 4 മുതൽ 5 ഹർക്കത്ത്, 6 ഹർക്കത്ത് വരെ എന്നാവാമെന്ന് തജ്വീദ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വറാ എന്ന് തന്നെ പറയണം. മനസ്സിലായോ? കാരണം എന്താ? മദ്ദിന് ശേഷം ഹംസ് വന്നിട്ടുണ്ട്, ഒരേ പദത്തിലാണ് വന്നത്. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. മനസ്സിലായോ? പിന്നെ ഫ ഉലായിക, അവിടെയും അതേ നിയമമാണ്. ഉലായിക, ഫ ഉലായിക, ഫ ഉലായിക ഹുമുൽ ആദൂൻ എന്ന് ഓതാൻ പാടില്ല. ഫ ഉലായിക എന്ന് നിർബന്ധമായി വാജിബാണത്. നമ്മൾ ഓതിലെങ്ങനെ? ഫമനിബ്തഗ വറാ ദാലിക ഫഉലായിക ഹുമുൽ ആദൂൻ, അല്ലേ? ഫമനിബ്തഗ വറാ ദാലിക ഫഉലായിക ഹുമുൽ ആദൂൻ. മനസ്സിലായോ? അങ്ങനെ തന്നെ ഓതണം. ഉലായിക്ക ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും ഇതേ നിയമം തന്നെയാണ്. അതും കൂടി ശ്രദ്ധിക്കണം. ഈ മദ് മുത്തസിൽ എന്ന് പറയുന്നിടത്തൊക്കെ ഒരേ പദത്തില് മദ്ദിന് ശേഷം ഹംസ വരലാണ് മദ് മുത്തസില്. കോത്താമ്പിയൊന്നല്ല കേട്ടോ, സിമ്പിളാ. അതായത് ഒരേ പദത്തിൽ മദ്ദിന് ശേഷം ഹംസ വരിക. വറാ ഫഉലായിക കണ്ടോ? ഇവിടെയൊക്കെ എന്ത് ചെയ്യണം? നിർബന്ധമായും നീട്ടി ഓതണം എന്ന് മാത്രങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഹുമുൽ ആദൂൻ, അവിടെ ഇൽഹാറുൽ ഖമരി അൽ ആദൂൻ എന്നല്ല പറയാ. ഹുമുൽ ലാമിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെളിവാക്കുന്നുണ്ട്, അല്ലേ? ലാമിനെ വെളിവാക്കണില്ലേ? അതാണ് ഖമരിയ. വേറൊന്നും പഠിച്ചിരുന്നല്ലോ വെളിവാക്കാത്ത. ശംസിയ, ഖമരിയയും ഷംസിയയും, അത് മറക്കണ്ട. അലിഫ്ലാമിന് ശേഷം ഖമരിയായ അക്ഷരം, അതായത് 14 അക്ഷരങ്ങൾ വന്നതിനാൽ ആ 14 അക്ഷരങ്ങളിലെ, അല്ലേ, ഈ ഇൽഹാറുൽ ഖമരിക്ക് എത്ര അക്ഷരങ്ങളുള്ളത്? 14 അക്ഷരങ്ങൾ. അതിൽപ്പെട്ട അക്ഷരം വന്നതുകൊണ്ട് ലാമിനെ വ്യക്തമാക്കിയിട്ട് എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. ഹുമുൽ ആദൂൻ എന്നാണ് പറയാം. പിന്നെ ആദൂൻ നിങ്ങൾ പറഞ്ഞാണ്, അതൊക്കെ ഞാൻ കുറെ പഠിപ്പിച്ചാണ് ഇപ്പോ. ആദൂന്റെ നിയമം എന്താ? മദ് ആരിൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താ? ആയത്തിനെ സുക്കൂൻ കൊണ്ട് നിർത്തുമ്പോ, വഖഫ് ചെയ്യുമ്പോ ഏത് മദ്ദിന്റെ അക്ഷരത്തെ 2 മുതൽ 4, 6 ഹർക്കത്ത് വരെ നീട്ടുന്നതിന് എന്തെന്ന് പറയും? മദ് ആരിൽ സുക്കൂൻ എന്ന് പറയും. ഫമനിബ്തഗ എന്നാൽ ആരെങ്കിലും തേടിയാൽ, ഉദ്ദേശിച്ചാൽ, ഇബ്തഗ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു, തേടുക എന്നൊക്കെ പറയാം. ഫമനിബ്തഗ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, തേടിയാൽ, വറാ ദാലിക, വറാ ദാലിക അതിനപ്പുറം. ഏതിനപ്പുറം? ഏതിനപ്പുറം? നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യത്തിന്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും ആഗ്രഹിച്ചാൽ, തേടിയാൽ, ഫഉലായിക എന്നാൽ അക്കൂട്ടർ, ഹുമുൽ ആദൂൻ അവർ തന്നെയാണ് അതിരുവിട്ടവർ. ആദൂൻ എന്ന് പറഞ്ഞാൽ അതിര് കടന്നവർ എന്നാണ്. എന്നാൽ അതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അതിക്രമകാരികൾ എന്നർത്ഥം. ഇസ്ലാം അനുവദിച്ചതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു മാർഗം ആരെങ്കിലും തേടിപ്പോയാൽ അവരാണ് ആര്? ആദൂൻ, അക്രമികാരികളായിട്ടുള്ള ആളുകൾ എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്ത് നോക്ക്. الذين هم لأماناتهم وعهدهم راعون. ഒന്നോദിക്കേ. അല്ലെ, ഇതില് ഈ പാരായണം കേട്ട് ശ്രദ്ധിച്ചു നോക്ക്. നമ്മൾ പഠിക്കുന്ന അതേ തജ്വീദ് നിയമങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പാരായണത്തിൽ കേൾക്കാൻ പറ്റും. الذين هم لأماناتهم وعهدهم راعون. ഉണ്ടാ വല്ലദീന നമ്മൾ പഠിച്ചു ഹംസത്തുൽ വസ്ല്. പിന്നെ ഹും, വല്ലദീന ഹും ലി അമാനാത്തിഹി എന്ന് പറയുന്നുണ്ടോ? ഇല്ല.
കാരണം എന്താ? ബാ മീമ് അല്ലാത്ത ഏതെങ്കിലും അക്ഷരം സാക്കിനായ മീമിന്റെ ശേഷം വന്നാൽ അവിടെ എന്താ ചെയ്യേണ്ടത്? മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. പിന്നെ കൂടാതെ മീമ്, വാവ് എന്നിവ അടുത്തടുത്തുള്ള മഹ്റജുകളായതിനാൽ വ്യക്തമാക്കി ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വല്ലദീനഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. ഉണ്ടോ? അവിടെ നിന്നും സാക്കിനായ മീമാണ്. സാക്കിനായ മീമിന് എന്ത് ചെയ്യണം? മണിച്ചുകൊണ്ട് ഓതണം എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. മനസ്സിലായില്ലേ? റാഊൻ നമ്മൾ പറഞ്ഞു. വല്ലദീനഹും യാതൊരു കൂട്ടർ, ഹും അവർ, ലി അമാനാതിഹിം തങ്ങളുടെ അമാനത്തുകളെ, വിശ്വസ്തതകളെ, വ അഹ്ദിഹിം തങ്ങളുടെ കരാറിനെ അല്ലെങ്കിൽ ഉടമ്പടിയെ, റാഊൻ പാലിക്കുന്നവരാണ്, ഗൗനിക്കുന്നവരാണ്. ഇതാണ് എത്രാമത്തെ ഗുണപ്പ പറയുന്നത്? 5, 6. 5, 6 അതാണ്. ഇവിടെ 2 ഗുണങ്ങൾ പറഞ്ഞു. ഒന്ന് അമാനത്ത്, രണ്ടാമത്തത് കരാറ് പാലനം. കണ്ടോ? വിജയിച്ച വിശ്വാസികളുടെ അടയാളങ്ങളിൽപ്പെട്ട 2 അടയാളമാണത്. ഒന്ന് അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നവരാണവർ, 2 കരാറ് പാലിക്കുന്നവരാണവർ. കൃത്യമായിട്ട് അടിവരട്ട് മനസ്സിലാക്കിയോളിട്ടോ. ഇനി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ഇങ്ങള് ഈ വിജയിച്ച വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ടോ? നമ്മളുണ്ടോ? നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളെന്ന് വിചാരിക്കണം, ഞാനടക്കം. നമ്മളുണ്ടോ? ചിലതൊക്കെ ഉണ്ട്. ചിലതൊക്കെ നമ്മള് എന്ത് ചെയ്യുന്നു? വിശ്വസ്തത ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ നിങ്ങളെടുത്തൊരു 5000 റുപ്യ എന്ന് കണ്ടിട്ട് ഒന്ന് എടുത്തേക്കിട്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എടുത്തേക്കും. അത് നമ്മൾ കാത്തു സൂക്ഷിക്കും. അതേപോലെ തന്നെ നമ്മളോടൊരാള് അമാനത്താട്ടോ, ആരോടും പറയരുത് എന്ന് പറഞ്ഞ കാര്യവും നമ്മളൊരു പക്ഷെ എന്ത് ചെയ്യും? കാത്തു സൂക്ഷിക്കുക. അതും പറയുന്നവരുണ്ട് ഇഷ്ടം പോലെ. എന്നാൽ കരാറ് പാലിക്കുന്നിടത്ത് പലപ്പോഴും നമ്മളെന്താണ്? ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ഒരേപോലെയാണ് അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞത്. ഒരേപോലെ അമാനത്ത് കഴിഞ്ഞാലുള്ള അടുത്ത ഗുണാണെന്ത്? കരാറ് പാലനം. ഇപ്പൊ കടം വാങ്ങിയ ഞാൻ അടുത്ത ആഴ്ച ഇന്ന ഡേറ്റിന് തരട്ടോ എന്ന് പറഞ്ഞാൽ ആ ഡേറ്റിന് കൊടുക്കണം. തിങ്കളാഴ്ച തരാന്ന് പറഞ്ഞാൽ ആ തിങ്കളാഴ്ച കൊടുക്കണം. അങ്ങനല്ലേ? നീട്ടി ചോദിക്കാം. പക്ഷേ നമുക്ക് പറ്റുന്ന വാക്കുകളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പാലിക്കാൻ പറ്റുന്ന വാക്കുകളായിരിക്കണം നമ്മൾ പറയേണ്ടത് എന്ന്. പാലിക്കാൻ പറ്റുന്ന വാക്കുകളായിരിക്കണം നമ്മൾ പറയേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് അമാനത്തിന്റെ വിഷയത്തിലും കരാർ പാലനത്തിന്റെ വിഷയത്തിലും അള്ളാന്റെ റസൂല് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. എന്ത്? അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ആയത്തുൽ മുനാഫിഖി സലാസുൻ. മുനാഫിക്കിന്റെ അടയാളം 3 എണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ. ഒന്നാമത്തെ അടയാളാണത്. ഇദാ ഹദ്ദസ കദബ. സംസാരിച്ചാൽ കള്ളം പറയും. സംസാരിച്ചാൽ കളവായിരിക്കും പറയാം. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നാളെ തരട്ടോ, അല്ലെങ്കിൽ മറ്റന്നാൾ തരട്ടോ, ഒക്കെ കളവായിരിക്കും. ഇവിടെ നാളെയും കൊടുക്കൂല, മറ്റന്നാളൊന്നും കൊടുക്കൂല. അല്ലെങ്കിൽ പിന്നെ ഓൻ്റെ നേട്ടത്തിന് വേണ്ടി ഓൻ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയും. ഇതാരുടെ അടയാളാണ്? മുനാഫിക്കിന്റെ അടയാളമാണെന്ന്. രണ്ടാമത്തെ എന്താ? വഇദാ വഅദ അഖ്ലഫ. വാഗ്ദത്തം ചെയ്താൽ എന്ത് ചെയ്യും? കരാറ് ചെയ്താൽ ലംഘിക്കും, പാലിക്കൂല. അത് മുനാഫിക്കിന്റെ അടയാളമാണ്. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കാരണം ഒരു മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ മുഴുവനും ഭയപ്പെട്ട ഒന്നായിരുന്നു നിഫാഖ് എന്ന. എത്രത്തോളം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും, ഉമർ റളിയല്ലാഹു അൻഹു ആരാ? സ്വർഗമുണ്ട് എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സന്തോഷ വാർത്ത കേട്ട സ്വഹാബിയാണ്. ഉമറും ഫിൽ ജന്ന. ഉമറെ, താങ്കൾ സ്വർഗത്തിലാണ്. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സന്തോഷ വാർത്ത കേട്ട ആളാ. മാത്രമല്ല, ഇനിയൊരു പ്രവാചകൻ വരാനുണ്ടെങ്കിൽ ഉമറെ അത് താങ്കളായിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്. മനസ്സിലായല്ലോ? അത്രയും മഹത്വമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ്.
മാത്രമല്ല പിശാച് പോലും പേടിച്ചു പോകും ഉമർ വരുന്ന വഴിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിശാച് പോലും എന്ത് ചെയ്യും? പേടിച്ചു പോകുന്ന ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന പേര് പറയുന്ന സ്വഹാബി, നബിയുടെ രഹസ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്ന ഒരു സ്വഹാബി ഉണ്ട്, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു. മദീനയിലുള്ള സ്വഹാബിയാണ്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹുവിനോടാണ് റസൂലുള്ള രഹസ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. കാരണം വിശ്വസിക്കാൻ കൊള്ളാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാ, രഹസ്യം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരാളാ. മനസ്സിലായുണ്ടോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹുവിനോട് വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഹുദൈഫ മദീനയിൽ ഇന്ന ആളുകളൊക്കെ സൂക്ഷിക്കണം കേട്ടോ. പേര് എണ്ണി പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. കാരണം അന്ന് കുറെ നിഫാക്ക് മുനാഫിക്കങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഇങ്ങനെ ഔങ്ങി വന്ന് കുത്തിരിക്കും. എന്നിട്ട് നബി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്ന അതൊക്കെ കേൾക്കും. എന്നിട്ട് നേരെ പോയിട്ട് അപ്പുറത്തെന്ത് ചെയ്യും? എത്തിച്ചു കൊടുക്കും. ഇതായിരുന്നു പോലെ പരിപാടി തന്നെ. അങ്ങനത്തെ മുനാഫിക്കീങ്ങളെ അള്ളാഹുവിന്റെ റസൂല് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. വഹീന്റെ അടിസ്ഥാനത്തിലാ പറഞ്ഞു കൊടുക്കണത്. ആ ലിസ്റ്റ് ഇങ്ങനെ നബി പറഞ്ഞു കൊടുത്തു എന്നുള്ള വിവരം ആരറിഞ്ഞ്? ഉമർ റളിയല്ലാഹുവിനു അറിയാണ്. ഉമർ റളിയല്ലാഹു മദീനയിൽ തൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, ഹൽ സമ്മാനി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹിം. അള്ളാഹുവിൻ്റെ റസൂല് നിനക്ക് ഹുദൈഫ മുനാഫിക്കങ്ങളെ കുറിച്ച് പറഞ്ഞെന്നില്ലേ? ആ നിഫാക്കുള്ള മുനാഫിക്കുള്ള ആളെ ലിസ്റ്റ് തന്ന പേരിൽ, ആ പേരിൽ എൻ്റെ പേരുണ്ടോന്ന് അത്രയും ഭയപ്പെട്ടു എന്നാ. ആര്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു മാത്രമല്ല, നബിയുടെ ഭാര്യമാർ, അതുപോലെ തന്നെ പ്രവാചകന്റെ മറ്റു സ്വഹാബികൾ എല്ലാവരും നിഫാക്കിനെ ഭയപ്പെട്ടവരായിരുന്നു എന്നാ. മുനാഫിക്കീങ്ങള് കാഫിരീങ്ങളെക്കാൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്. കാഫിരീങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഖുർആൻ പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞ്? മുനാഫിക്കീങ്ങളും കാഫിരീങ്ങളും ഒരുമിച്ച് നരകത്ത് പോകുന്നു ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ഖുർആൻ പറഞ്ഞ്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്വലി മിനന്നാർ. നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിൽ ആ മുനാഫിക്കീങ്ങളായിരിക്കും, കപട വിശ്വാസികളായിരിക്കും. അവരാരാ? വേറെ ഏതെങ്കിലും ഒരു വിഭാഗമല്ല. പിന്നെ ഓല് നിസ്കരിക്കും, ഓല് നോമ്പെടുക്കും, ഓല് ഖുർആനോതും, ഓല് ഖുർആൻ ക്ലാസ്സിന് വരും, ഓല് ജമാഅത്തുകളിൽ പങ്കെടുക്കും, ഓല് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ പെട്ടവർ തന്നെയാണ്. മനസ്സിലായുണ്ടോ? അള്ളാന്റെ റസൂൽ അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനോതുമ്പോ എന്തായിരിക്കും? തൊണ്ടക്കുയിന്ന് ഇങ്ങോട്ട് ഇറങ്ങൂല. ഇവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങൂല. ആത്മാർത്ഥതയോടുകൂടിയുള്ള ഓത്തല്ല. അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിന് വരുമ്പോൾ എന്തായിരിക്കും? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരായിരിക്കും. യുറാഊനന്നാസ്. മുനാഫിക്കീങ്ങൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്തിനാ? ജനങ്ങൾ അറിയാനും ജനങ്ങളെ കാണിക്കാനും അവരുടെ പ്രശംസ നേടിയെടുക്കാനും വേണ്ടിയിട്ടാണ്. ഇന്നൊക്കെ പല ആളുകളുടെയും പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ആ നിഫാക്കുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളുമായി എന്താണ്? ഒരുപോലെയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് ലോകത്തുള്ള എല്ലാവരും അറിയണം. ഞങ്ങളാണ് ചെയ്തവർ, ഞങ്ങളാണ് കൊടുത്തവർ, ഞങ്ങളാണ് നൽകിയത്, ഞങ്ങളാണ് അത് ഉണ്ടാക്കിയത്. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? 4-5 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതെന്ത് ചെയ്യുക? പബ്ലിഷ് ചെയ്യുക. അത് 2 രൂപത്തിലുണ്ട്. ഒന്ന്, പ്രോത്സാഹനം എന്നുള്ള നിലക്ക് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഒക്കെ നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. മറ്റൊന്ന് എന്താണ്? നമ്മൾ ചെയ്തത് 4 ആൾക്കാർ അറിയണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുക. അത് നിഫാക്കുള്ളവനാണ് ചെയ്യുക. അതേപോലെ തന്നെ നിസ്കരിക്കും. യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. കുറച്ചല്ലാതെ പോലും അള്ളാഹനെ ഓർക്കൂല നിസ്കാരത്തിൽ നിന്ന്. വേഗത്തിൽ നിസ്കരിക്കുന്നവർ മുനാഫിക്കീങ്ങളാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞ്. അല്ലാഹു അക്ബർ എന്നാണ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ടുണ്ടാവുള്ളൂ, അപ്പോൾ തന്നെ സലാം വീട്ടിട്ടുണ്ടാവും. വളരെ വേഗത്തിൽ. ആ വേഗത്തിൽ നിസ്കരിക്കുന്നവരും മുനാഫിക്കീങ്ങളാണെന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്. പിന്നെയോ മുനാഫിക്കിന്റെ മറ്റൊരടയാളാണ് ഓൽക്ക് എന്ത്? ഓൽക്ക് നിസ്കാരം ഭാരമുള്ളതായി മാറും.
അസ്കലു അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഫജ്രി വൽ ഇശാ വൽ അസ്ർ വൽ ഇശാ എന്നുള്ള ഹദീസിലുണ്ട്. മുനാഫിക്കീങ്ങളുടെ മേൽ ഏറ്റവും ഭാരമായ നിസ്കാരം എന്തായിരിക്കും? സുബഹി നിസ്കാരം, അസർ നിസ്കാരം, ഇശാ നിസ്കാരം എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇതേപോലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് ജമാഅത്ത് പങ്കെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടിട്ട് വീട്ടിലേക്ക് എത്തുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് നിസ്കരിക്കാൻ ചിലപ്പോൾ എന്തുണ്ടാവും? മുനാഫിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം എടങ്ങേറേക്കാരം. മനസ്സിലാണ്ടോ? ഓൽക്കൊരു പ്രയാസം ഉണ്ടാവും, ഓൽക്കൊരു ഭാരമായി തോന്നും. അത് മനസ്സിലാണ്ടോ? അത് നിഫാക്കുള്ളവന്റെ അടയാളമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല, യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹ, യഹ്സബൂന, അവർ വിചാരിക്കുന്നത് പറയണൊക്കെ എന്നെ കുറിച്ച് തന്നെയാണ്, അത് അയാൾ എന്നെ കുറിച്ച് തന്നെ പറയണത് എന്ന് മനസ്സിലിങ്ങനെ തോന്നും. നിഫാക്കുള്ളവന് തോന്നും അത്. മനസ്സിലായണ്ടോ? ഇപ്പോൾ അതിനൊക്കെ പോയി ഒരു പള്ളിയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഖത്തീബ് ഒരു തിന്മയെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ കമ്മിറ്റിക്കാർക്ക് തോന്നും, എന്ത്, മൂപ്പര് നമ്മക്കിട്ട് വെക്കുകയാണ്, നമ്മക്കിട്ട് വെക്കുകയാണെന്ന് തോന്നല്ലേ നിങ്ങൾക്ക്? ആന്ന് എല്ലാം സമ്മതിക്കുന്നുണ്ടല്ലേ? കമ്മിറ്റി ഉള്ളവര് സമ്മതിക്കുന്നുണ്ട്. മനസ്സിലായിണ്ടോ? അതായത് നമുക്കിങ്ങനെ തോന്നും നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതിപ്പം നിന്നെ കുറിച്ചേക്കാരം, ഇത് നിഫാക്കുള്ള ആളുകൾക്ക് തോന്നുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുലബ്ലബീന ബൈന ദാലിക ലാ ഹൗലാഇ വലാ ഇലാ ഹൗലാ, ഓല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യത്തിൽ ഉറച്ച തീരുമാനത്തിൽ ഓല് നിൽക്കൂല, അങ്ങോട്ട് ഇങ്ങോട്ടും ആവും. അതും ആകാം ഇതും ആകാം, അങ്ങനെ ഉണ്ടാവും. അതും ഖുർആൻ പറഞ്ഞതാ. ഇങ്ങനെ ഒരുപാട് അടയാളങ്ങൾ, നിഫാക്കുള്ളവന്റെ അടയാളങ്ങൾ തന്നെ ഇഷ്ടം പോലെ വിശദീകരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞ 4 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, ഈ 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ ഖാലിസൻ മുനാഫിഖൻ, ഒറിജിനൽ മുനാഫിഖാണെന്ന്. ഒറിജിനൽ മുനാഫിഖാണ്, ഒരു സംശയവും വേണ്ട. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടായാലും മദീന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന്, സംസാരിച്ചാൽ കള്ളം പറയുന്നവനായാൽ മതി, അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്തിട്ട് അത് ലംഘിക്കുന്നവനാകാം. ഇദഅ്തുമിൽ ഖാന, വിശ്വസിച്ചാൽ ചതിക്കുക. നമ്മൾ വിശ്വസിച്ചിട്ടൊരു കാര്യം ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 4 ആൾക്കാരോട് പറഞ്ഞ് നമ്മളെ വഷളാക്കുക എന്നുള്ള ഓൻ്റെ ഉദ്ദേശമാണെങ്കിൽ ഓൻ നിഫാക്കുള്ളവനാണെന്നാ. കാരണം നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാ? അമാനത്തോടു കൂടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. പരലോകത്ത് എല്ലാ വിചാരണയും കഴിഞ്ഞിട്ട് അവസാനം ഒരു സിറാത്ത് പാലം കിടക്കാണ്ട്, നമുക്കറിയുന്ന കഥയാണ് അല്ലേ? ഹദീസിൽ വന്ന കാര്യമാണ്. ആ സിറാത്ത് പാലത്തിന്റെ തായ് ഭാഗത്താണ് എന്ത്? നരകത്തിന്റെ മുകളിലൂടെയാണ് ഈ പാലം വെക്കുക. ആ പാലത്തിലൂടെ എല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനം എന്ത് ചെയ്യുക? നമ്മൾ എത്തുക. അവരെ കൂടെ കടന്നു പോകുന്നതാണ്. പക്ഷെ മുനാഫിക്കങ്ങളായ ആൾക്കാർ, അമാനത്ത് ലംഘിച്ചവർ, അമാനത്ത് നിർവഹിക്കാത്തവരെ ആ പാലം കടക്കാൻ തന്നെ അനുവദിക്കൂല എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാന്റെ റസൂല് പറയാണ്, അമാനത്തിൽ വീഴ്ച വരുത്തിയാൽ സിറാത്ത് പാലത്തിങ്കൽ പോലും തടയപ്പെടുന്ന. ആലോചിച്ച് നോക്കി, അത്രയും ഗൗരവമുണ്ട് 3 കാര്യങ്ങളും. മറ്റൊരു ഹദീസിൽ നിഫാക്കിന്റെ 4ാമത്തെ അടയാളം പറഞ്ഞ എന്താണെന്നറിയോ? വൈദ ഹാസമ ഫജറ, തമ്മിൽ തെറ്റിയാൽ തോന്നിയാസം പറയും, തമ്മാടിത്തരം പറയും. അതുവരെ എന്തൊരു ചെങ്ങൈമാരേക്കാരെന്നറിയോ? അവിടെ തെറ്റി നോക്കണ്ടേ, പിന്നെ ഓനക്കില്ലാത്ത കുറ്റം ഉണ്ടാവില്ല, ഓനെ തൊള്ളി തോന്നിയ മുഴുവൻ പറയും. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടല്ലേ? ഓരോരുത്തരുടെ പേര് ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ടോ? അങ്ങനെ വരണ്ട കേട്ടോ. നമ്മളെ തന്നെ എന്ത് ചെയ്താൽ മതി? സ്വയം വിലയിരുത്തിയാൽ മതി. തമ്മിൽ തെറ്റിയാൽ തമ്മാടിത്തരം പറയലും, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കലും, അമാനത്തിൽ വീഴ്ച വരുത്തലും, സംസാരിച്ചാൽ കളവ് പറയലും. 4 കാര്യങ്ങൾ അതിലേതെങ്കിലും ഒന്ന് ഒരാളിലുണ്ടെങ്കിൽ അവൻ ഒറിജിനൽ മുനാഫിഖായി എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളിൽ നമ്മൾ ഭയപ്പെടണം. നിഫാക്കിനെ കൂടുതൽ ഭയപ്പെടണം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബത്ത് പോലും നിഫാക്കിന് എന്ത് ചെയ്തിരുന്നു? ഭയപ്പെട്ടിരുന്നു എന്നാണ് ഹദീസുകളിൽ, പ്രവാചക അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് നിഫാക്കിൽ നിന്ന്, കപടത വരുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യണം? കാവലിനെ ചോദിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ 3 കാര്യങ്ങൾ: ഒന്ന്, സംസാരിച്ചാൽ കളവ് പറയാ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക, വിശ്വസിച്ച ചതിക്കുക. ഈ 3 കാര്യങ്ങൾ മുനാഫിക്കിന്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. ഇബ്തഗ എന്നുള്ളതിന്റെ മാലി യബ്തഗി എന്നാണ് മുലാരി. ഇബ്തഗ് അത് കൽപ്പനയാണ്, അംറാണ്. അതുപോലെ തന്നെ അദ യഅദു ഉഅദ്, അത് അംർ, മാലി മുലാരി അംറാണ്. അതുപോലെ തന്നെ ഇസ്മു ഫായില് ക്രിയയാണെന്ത്? ആദൂൻ. അതുപോലെ തന്നെ അതിന്റെ മുഫ്രദാണ് ആദിൻ എന്ന് പറയാം, അൽ ആദ് എന്നും പറയാം. മനസ്സിലായോ? അതിന്റെ ജമ്മാണെന്ത്? ആദൂൻ എന്നുള്ളത്. റാഊൻ, റഅ ഇർഅ ഇർഅ, അംർ മുലാരി മാലി. മനസ്സിലായോ? റാഇൻ മുഫ്രദാണ്, റാഊൻ ജമ്മാണ്. വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിദൂൻ, 7ാമത്തെ വിജയിച്ച വിശ്വാസികളുടെ അടയാളം കൂടെയാണ്. ഇതും കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം. ആദ്യം പറഞ്ഞതും നിസ്കാരത്തെക്കുറിച്ച് തന്നെയാണ്, 7ാമത്തെ ഗുണം പറഞ്ഞതും നിസ്കാരത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പൊ അതിന്റെ ഗൗരവം ആലോചിച്ച് നോക്കി നിങ്ങൾ. والذين هم على صلواتهم يحافظون. വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിദൂൻ. ആ വാവിന്റെ മേലൊരു അലിഫുണ്ട്. ലാമിന്റെ മേലെയാണ് അലിഫെങ്കിൽ സ്വലാത്തിഹിം, വാവിന്റെ മേലെയാണ് അലിഫെങ്കിൽ സ്വലവാത്തിഹിം. ജമ്മാക്കി പറഞ്ഞ വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിദൂൻ. അവിടെ ഹംസത്തുൽ വസ്ൽ നമ്മൾ പറഞ്ഞു, പിന്നെ ഇൽഹാർ ഷഫവിയും നമ്മൾ പറഞ്ഞു, അതേപോലെ മദ്ദുൽ ആരിദി സുക്കൂനും നമ്മൾ സൂചിപ്പിച്ചതാണ്. വല്ലദീനഹും, യാതൊരു കൂട്ടർ, ഹും അവർ, അലാ സ്വലാത്തിഹിം തങ്ങളുടെ നിസ്കാരങ്ങളെ പറ്റി, യുഹാഫിദൂൻ സൂക്ഷിച്ചു പോരുന്നവരാണ്. അത് മുഅ്മിനായ, എങ്ങനത്തെ മുഅ്മിൻ? വിജയിച്ച മുഅ്മിൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിജയിച്ച മുഅ്മിനീങ്ങളുടെ അടയാളമാണ് നിസ്കാരം എന്ത് ചെയ്യും? സൂക്ഷിക്കുന്നവരായിരിക്കുന്ന. അനാവശ്യമായി നമസ്കാരം എന്ത് ചെയ്യൂല? ഉപേക്ഷിക്കൂല. അല്ലെങ്കിൽ അതിൽ വെറുതെ സമയം കളഞ്ഞുകൊണ്ട് നിസ്കാരത്തെ എന്ത് ചെയ്യൂല? മനഃപൂർവം വൈകിപ്പിക്കൂല. അതല്ലെങ്കിൽ ഉദറില്ലാതെ, മനസ്സിലായോ? ഇളവില്ലാതെ, ഒരു കാര്യമില്ലാതെ വെറുതെ ഫോണിൽ ഇങ്ങനെ തോണ്ടിയിരുന്നുകൊണ്ട് ഇങ്ങനെ ളുഹറും പോയി, പിന്നെ 3 മണിയായില്ലേ, ഏതായാലും പിന്നെ കുറച്ചുകൂടി കഴിയട്ടെ വിചാരിച്ചിട്ട് വീണ്ടും തോണ്ടി അസറാൻ കൊടുക്കാൻ നേരത്തേക്കും എന്ത് ചെയ്യുക? ളുഹർ നിസ്കരിക്കുക. ഒരു പണിയില്ല, വേസ്റ്റ്. ഇതേപോലെ നമ്മൾ ഒരു ദീനിന്റെ മജ്ലിസിൽ ഖുർആൻ പഠിക്കാനുള്ള ഒരു ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ട് നിസ്കാരം ലാസ്റ്റിലേക്ക് നമുക്ക് വെക്കാൻ ഉദറുണ്ട്. അത് ഇളവുണ്ട്. യാത്രയിൽ നമുക്ക് ഇളവുണ്ട്. എന്ത്? പിന്നെ ഇപ്പോ ജമ്മു ഖസുറു ആക്കാം, ജമ്മും ഖസുറും ആക്കാം. അതേപോലെ തന്നെ ജമ്മു തഖ്ദീമും ജമ്മു തഅഖീറും ആക്കാം. ഇപ്പൊ നമ്മള് ചിലപ്പം അവിടെ എത്താൻ വൈകും, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ എന്തായിരിക്കും? നിസ്കാരത്തിന്റെ സമയത്തായിരിക്കും ചിലപ്പോൾ അവിടെ എത്തുക, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ടായിരിക്കും എത്തുക. അതുകൊണ്ട് ഇവിടുന്ന് ളുഹർ നിസ്കരിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് അസറും നിസ്കരിക്കാം. ളുഹറും അസറും ഒരുമിച്ച് നിസ്കരിക്കാം. അതേപോലെ തന്നെ ഇനിയിപ്പോ ഇവിടെ നിസ്കരിക്കാൻ നിന്ന ബസ് കിട്ടൂല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ? അസറിലേക്ക് ളുഹറിനെ കൊണ്ടുപോവുകയും ചെയ്യാം. ളുഹർ അസറും, അസറിന്റെ സമയത്തും നിസ്കരിക്കാം, ളുഹറും അസറും ളുഹറിന്റെ സമയത്തും നിസ്കരിക്കാം. ഇങ്ങനെ ഒരുപാട് അളവുകളുണ്ട്. ഇതേപോലെ ഒന്നും ഇല്ലാത്ത, ഒരളവില്ലാതെ വെറുതെ അനാവശ്യമായിട്ട് നിസ്കാരത്തെ വൈകിപ്പിക്കാൻ പാടില്ല എന്നാ. കാരണം എന്താ? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. മുഅ്മിനീങ്ങളുടെ മേൽ സമയം നിർണിതമായി കൊണ്ട് നിർബന്ധമാക്കപ്പെട്ട ഇബാദത്താണ് എന്ത്? നിസ്കാരം എന്ന് പറയുന്നത്. ശരിക്ക് പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിച്ചോളി. നിങ്ങളൊക്കെ എല്ലാ ളുഹറിന്റെ പണിയൊക്കെ കഴിഞ്ഞ് അസറിന്റെ ബാങ്കിന് കൊടുക്കുമ്പോഴേ കാരണം എല്ലാം കഴിഞ്ഞ് ചോറൊക്കെ വിളമ്പി വെച്ച് എല്ലാവർക്കും കൊടുത്ത് എല്ലാം കഴിഞ്ഞ് അവസാനം കുളിച്ചൊക്കെ വന്ന്
അപ്പോഴായിരിക്കും അസറാൻ കൊടുക്കുക. അതിന് കാത്തു നിൽക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ളുഹറിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം. നിങ്ങളെ ജോലി ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? അത് അനാവശ്യമായിട്ട് നീട്ടിവെക്കലാണ്. അത് പറ്റൂല. പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ, പണ്ഡിതന്മാരുടെ കൗലാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതേമാതിരി മൊബൈലിൽ തോണ്ടിയിരിക്കുക. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ട്, സുബൈക്ക് എണീച്ചു, നേരത്തെ എണീക്കുണ്ടാവും, തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവും, പിന്നെ ഓൻ മൊബൈലിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, കളിച്ച് ഓൻ പള്ളിയിലെത്തുമ്പോഴത്തേനും ഒരു റക്കാത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഒക്കെ ഇതിൻ്റെ ഭാഗത്തിൽ പെടും. അനാവശ്യമായിട്ട് നമ്മൾ സമയം ചിലവഴിച്ച് നിസ്കാരം എന്ന് പറയുമ്പോൾ എന്താ കറക്റ്റ് പണ്ഡിതന്മാർ പറഞ്ഞെന്താ അറിയോ? ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി കിട്ടുക എന്നുള്ളതാണ്. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മളവിടെ സൊഫിൽ പിന്നിൽ ഉണ്ടാവണം അല്ലാഹു അക്ബർ എന്ന് പറയാൻ. നമ്മളെപ്പോഴാ പൊതുവെ എത്തുക? പള്ളിയിൽ ബാങ്ക് കൊടുക്കണോ വരെ ചിലപ്പോൾ എന്ത് ചെയ്യാരോ അല്ലാഹു അക്ബർ കഴിഞ്ഞിട്ടേ എത്തുക. ഏയ് പലയിടത്തും അങ്ങനെയാണ്. ഇപ്പം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാര് വെറുതെ അവിടെ ഇരിക്കും, പള്ളിൻ്റെ ആ മൂലക്കൽ അങ്ങനെ ഇരുന്നിട്ട് അല്ലെങ്കിൽ തിണ്ടുമ്മൽ ഇരുന്നിട്ട് വർത്താനം പറയും. ഉറക്കാത്താണ് ഫാത്തിയൊക്കെ അവസാനിക്കുമ്പോഴേക്കാരും ചിലപ്പോൾ നമ്മളാണ് കേറി ചെല്ലുക. ജുമുക്ക് കണ്ടില്ല നിങ്ങൾ വരുന്നത്? വെള്ളിയാഴ്ച ജുമുക്ക് വരുന്നുണ്ടില്ലേ? രണ്ടാം ഖുത്ബ അവസാനിക്കാൻ നേരത്തേക്കാരെ കുറേ ആൾക്കാർ കയറി വരിക. ഒരു കാര്യമില്ല അതുകൊണ്ടെന്നാ. കാരണം എന്താ? ഓന് ജുമയിൽ പങ്കെടുത്തതായിട്ട് അള്ളാന്റെ ഏടിൽ ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാന്റെ കിതാബില് രേഖപ്പെടുത്തൂല എന്നാ. കാരണം എന്താ? രേഖപ്പെടുത്തണേ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ പോകണം. അല്ലാത്തവരൊന്നും ജുമുയിൽ പങ്കെടുത്തതായിട്ട് രേഖപ്പെടുത്തൂല എന്നാ. അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ കണിശത പുലർത്തുക എന്നുള്ളതാണ് ഈ ആദ്യത്തിലും അവസാനത്തിലും വിജയിച്ച വിശ്വാസികളുടെ ഗുണം പറഞ്ഞെടുത്ത് അള്ളാഹു എടുത്തു പറഞ്ഞത് എന്ന് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, യഅലമു അന്ന ഖൈറ അഅമാലിക്കും അസ്സലാത്ത് വലാ യുഹാഫിദു അലൽ വുദൂഇ ഇല്ലൽ മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിങ്ങൾ കർമ്മം ചെയ്യുവിൻ, നിങ്ങളുടെ കർമ്മങ്ങളിൽ ഉത്തമമായത് നിസ്കാരമാകുന്നു. സത്യവിശ്വാസിയല്ലാതെ വുളുവിന്റെ കാര്യത്തിൽ സൂക്ഷിച്ചു പോരുകയില്ല. വുളു ചെയ്യുന്നത് നിസ്കാരത്തിന് ഒഴിച്ചുകൂടാത്തതാണല്ലോ. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട് എന്നാ. നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തുന്നതിൽ നിന്ന് ജനങ്ങൾ വിരമിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ അവരുടെ കാഴ്ചശക്തി റാഞ്ചിയെടുക്കപ്പെട്ടേക്കാം, അവർ അന്ധരായേക്കാം എന്നാണ്. ഇത് ഹദീസാണ്, സ്വഹിയായ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. എന്താ? പണ്ട് കാലങ്ങളിലൊക്കെ നബി പോലും നിസ്കാരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മുകളിലേക്ക് നോക്കിയിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അവിടെ നിന്ന് പഠിപ്പിച്ചു വന്നു, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. സുജൂദ് ചെയ്യുന്ന സ്ഥാനത്തേക്കാണ് നിൽക്കുമ്പോൾ നോക്കേണ്ടത്. ഇരിക്കുമ്പോൾ നോക്കേണ്ടത് അത്തഹിയാത്തിൽ നമ്മൾ കൈവിരൽ ചൂണ്ടൂലേ, ആ വിരലിലേക്കാണ് നോക്കേണ്ടത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവണം. ഇപ്പം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടിയിട്ട് അപ്പുറത്ത് മുന്നിലിരിക്കണോ ചിലപ്പോൾ മെസ്സിൻ്റെയും റൊണാൾഡോൻ്റെ ഒക്കെ ജയിച്ചിട്ടിട്ടേക്കാരം വന്നിട്ടുണ്ടാവുക. ഓരോ ദുൽമുകൾ. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞ എന്ത്, അങ്ങനത്തെ ഇട്ടിട്ട് നിങ്ങൾ വരാൻ തന്നെ പാടില്ല. മെക്സവൻ പാടില്ല. കാരണം നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ എന്താ പറയുക, ബനിയന് ടീഷർട്ടൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പിന്നിൽ എഴുത്തുള്ളത് കൊണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ വരരുത്. നമ്മളെ നിസ്കാരം തെറ്റിക്കാൻ നമ്മൾ കുട്ടികൾക്ക് വാങ്ങി കൊടുത്താലൊക്കെ തന്നെയാണ്. ബാക്കിൽ വലിയ ചങ്ങായിൻ്റെ ഫോട്ടോയും വലിയ കാറിൻ്റെ ഫോട്ടോ ഒക്കെ ഉള്ള ആ കുട്ടികളെല്ലാം ഇടുന്നത്. കുട്ടികൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ കണ്ണങ്ങട്ടാ പോവുക. നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നും നിങ്ങളുടെ മുന്നിൽ പാടില്ല എന്നാ. കാരണം എന്താ? റസൂലുള്ള പറഞ്ഞു, സുജൂദിന്റെ സ്ഥാനത്തേക്കല്ലാതെ നമ്മൾ ആകാശത്തേക്ക് മേപ്പെട്ട് നോക്കുക, സൈഡിക്ക് നോക്കുക, മുന്നിക്ക് നോക്കുക ഒക്കെ ചെയ്താൽ എന്താ ഉണ്ടാവുക? അള്ളാഹു അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ,
പക്ഷേ ആ അന്തം വിടൽ തന്നെ പാടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മറ്റേ ഹദീസിന്റെ ബാക്കിയാണിത്. സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ് അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? ഖാല അസ്സലാത്തു അലാ മീഖാത്തിഹ, നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കലാണ്. പിന്നെ ഖുൽതു സുമ്മ അയ്യിൻ, പിന്നെ ഏതാണ് നബിയെ? ഖാല, അവിടെ നിന്ന് പറഞ്ഞു ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. ഖുൽതു സുമ്മ അയ്യിൻ ഖാല, പിന്നെ ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിലുള്ള സമരമാണ്, അള്ളാന്റെ മാർഗത്തിലുള്ള സമരമാണ്. ഫസക്കത്തു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലവിസ്തസ്ദതഹു ലസാദനി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂലിനോട് പിന്നെ അദ്ദേഹം എന്ത് ചെയ്തില്ല? കൂടുതൽ പിന്നീട് ചോദിച്ചില്ല. ഞാൻ ഇനിയും ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എനിക്ക് കൂടുതൽ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഓരോ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദിനേക്കാൾ വലുതാണെന്ത്? നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞ അതന്നെ ഒരു ജിഹാദാണ്. മനസ്സിലായിട്ട് നിങ്ങൾക്ക്? അള്ളാന്റെ മാർഗത്തിൽ ഒരാൾ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പുണ്യമായി പഠിപ്പിച്ച 2 കാര്യം, അതിലൊന്നാണ് നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലും, രണ്ടാമത്തെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലും. രണ്ടും എത്രമാത്രം ഗൗരവമുണ്ട് എന്നുള്ള നമ്മൾ ആ ഒരൊറ്റ ഹദീസിൽ നിന്ന് അസ്ഹാബി പറയാണ്, ഇഞ്ഞും ഞാൻ നബിനോട് സുമ്മായീൻ, പിന്നെ ഏതാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? പറയുമെന്നാണ്. അതേപോലെ ഇസ്തഖീമു വലൻ തുഹ്സു വഅലമു അന്ന ഖൈറ അമാലിക്കുമുസ് സ്വലാത്ത് വലാ യുഹാഫിദു അലൽ വുദൂഇ ഇല്ലൽ മുഅ്മിൻ. ഇതാണ് ഞാൻ ആദ്യം നിങ്ങളോട് വിശദീകരിച്ച ഹദീസ്. എന്താണ്? മുഅ്മിനാണ് എന്ത് ചെയ്യുക? ഒരു സത്യവിശ്വാസി അല്ലാതെ വുളുവിന്റെ കാര്യത്തിൽ സൂക്ഷിച്ചു പോരുകയില്ല എന്ന് പറഞ്ഞാൽ കൃത്യത, നിസ്കാരത്തിന് കൃത്യമായ ആ സമയം പാലിച്ചുകൊണ്ട് പോവുക, നിസ്കരിക്കുകയൊക്കെ ചെയ്യുക. ആരായിരിക്കും? സത്യവിശ്വാസികളായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് കൃത്യമായി പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹു യഥാർത്ഥ വിശ്വാസികളുടെ, വിജയിച്ച വിശ്വാസികളുടെ അടയാളം പഠിപ്പിച്ച കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. ആ സ്വഭാവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക. അതിലുപരി അതനുസരിച്ച് പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറു വിഭാഗത്തെ നരകത്തിലേക്കും പ്രവേശിപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്തനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ഒരു പ്രവർത്തനം അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. അതിനുവേണ്ടി നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുലോകത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.